നമസ്തേ. എല്ലാവരും യോഗാസനങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ, സ്ഥിരം ജോലിക്കാർ മാത്രമാണ് മിക്കപ്പോഴും ഉണ്ടാവുക. ബാക്കിയുള്ളവർക്ക് കുറേയൊക്കെ ഒഴിവുണ്ടാവും. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് വിശ്രമമെല്ലാം ഉണ്ടാവും. മാത്രമല്ല, ഈ കാലാവസ്ഥ നമ്മളുടെ ശരീരത്തെ ഒരല്പം മടി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാവിലെ എണീക്കാനും അതുപോലെ തന്നെ വ്യായാമങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യോഗാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മടി നമ്മളെ ബാധിക്കാൻ പാടില്ല. അതിന് നമ്മളെ തയ്യാറാക്കുന്ന ഒരു കാര്യം കൂടിയാണ് യോഗാസനം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പമുള്ള ഒരു യോഗാസനമാണ്. ഭുജംഗാസനം എന്നാണ് അതിൻ്റെ പേര്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം ചെയ്യുന്ന ഓരോ രീതിയും കാണിച്ചു തരാം. അപ്പോൾ ഇത് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. നമുക്ക് നിൽക്കുന്നതിന്, അതുപോലെ ഇരിക്കുന്നതിന്, കിടക്കുന്നതിനൊക്കെ ഓരോ പോസ്ചറുണ്ട്. സമസ്ഥിതി, സമതലസ്ഥിതി എന്നൊക്കെ പറയാറുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മളിത് ചെയ്യുമ്പോൾ നേരെ നിന്നിട്ട് കിടന്നിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് കമിഴ്ന്ന് കിടന്ന ചെയ്യുന്ന ഒരു യോഗാസനമാണ് ചെയ്യുന്നത്. ഒന്ന് കാണുക. അതിനുശേഷം ആദ്യം മുന്നോട്ട് ഈ രീതിയിലാണ് ചെയ്യുക, പിന്നീട് വശത്തിൽ ചെയ്ത് കാണിച്ചു തരാം. ശരി, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സൈഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സൈഡ് ചെയ്യുന്നതെന്ന് കാണാം. ഒരു പ്രത്യേക കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ യോഗാസനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ യോഗ ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിൽ ശിഥിലീകരണ വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരത്തെ നമ്മൾ വഴക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ യോഗാസനം ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ശരീരത്തെ പാകപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശിഥിലീകരണ വ്യായാമം ചെയ്യണം. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും സഹായകമാകുന്ന ഓരോരോ ശിഥിലീകരണ വ്യായാമങ്ങൾ ആദ്യ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മടി കൂടാതെ ശിഥിലീകരണ വ്യായാമം ചെയ്തതിന് ശേഷം മാത്രം യോഗാസനങ്ങളിലേക്ക് പ്രവേശിക്കുക. അത് പ്രത്യേകം ശ്രദ്ധ വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഭുജംഗാസനം ചെയ്യുന്ന രീതി ഒന്ന് പറയാം. കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്ന് കാലുകൾ ചേർത്ത് വെക്കുക. കാലിൻ്റെ മുകൾ ഭാഗം നിവർന്നിരിക്കണം, അതായത് ഭൂമിയോട് ചേർന്നിരിക്കണം. വിരലുകൾ പുറകോട്ട്. നേരെ കിടക്കുക. കൈകൾ രണ്ടും നമ്മൾ പത്തികൾ നന്നായി നിലത്ത് പതിച്ച് നമ്മുടെ തോളിൻ്റെ ഇരുവശത്തുമായിട്ട് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി പൊങ്ങുക. പൊങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അടിവയറും അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ടും ഭൂമിയിൽ തന്നെ ഉണ്ടാവണം. അവിടുന്ന് പുറകോട്ടുള്ള ഭാഗം പൊങ്ങരുത്. എന്നിട്ട് പരമാവധി നട്ടലിൽ വളച്ച് മുകളിലോട്ട് നോക്കുക. അവിടെ എത്തിയതിന് ശേഷം സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുക. പിന്നെ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വന്ന് നെറ്റി തറയിൽ പതിപ്പിക്കുക. ഇത്രയാണ്
നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ആ ക്രമത്തിൽ കാണാം, അന്നേരം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഒരു വിശ്രമാവസ്ഥയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കാലുകൾ ചേർത്ത് വെച്ചു, കാൽവിരലുകൾ ഒക്കെ ചേർന്ന് കാലിൻ്റെ മുകൾ ഭാഗം, അതായത് കാൽപാദത്തിൻ്റെ മുകൾ ഭാഗം ഭൂമിയിൽ ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ വെക്കുക. കാല് ശ്രദ്ധിക്കുക. അതിനുശേഷം കൈകൾ രണ്ടും എടുത്ത് കൈപ്പത്തികൾ ഭൂമിയിൽ പതിച്ച് നെറ്റി നിലത്ത് മുട്ടിച്ച്, അപ്പോൾ കൈപ്പത്തികൾ നമ്മുടെ തോളിന് സമമായിട്ട് വരണം. ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങുക. എത്രത്തോളം നമുക്ക് വളയാൻ പറ്റുമോ അത്രത്തോളം വളയുക. കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്ന് നിൽക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിവയറ് അരക്കെട്ട് ഭൂമിയിൽ തന്നെ ഉണ്ടാവണം. അവിടുന്ന് പൊങ്ങിപ്പോകരുത്. സാധാരണ ശ്വാസോച്ഛ്വാസം നടത്താം. ഇവിടെ നിന്നിട്ട് ഒരു വിറയലോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്, അന്നേരം മതിയാക്കുക. എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്രയും നിന്നാൽ മതി. തിരിച്ചു വരുമ്പോൾ ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരും. നെറ്റി നിലത്ത് മുട്ടിക്കുക. കൈപ്പത്തികൾ മാറ്റി ഒരു വിശ്രമ സ്ഥിതിയിലേക്ക് വരിക. വിശ്രമസ്ഥിതിയിൽ വരുമ്പം കൈയുടെ മുകളിൽ തല റെസ്റ്റ് ചെയ്തു, കാലുകളൊന്ന് അകത്തി വെച്ചു. അപ്പോൾ ഭുജംഗാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൂടെ സൂചിപ്പിക്കുകയാണ്. ഗർഭിണികൾ ഒരു കാരണവശാലും ഭുജംഗാസനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സ്ത്രീകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണ് ഭുജംഗാസനം. അവരുടെ ഗർഭാശയം, അണ്ഡാശയം, ഇവിടെയൊക്കെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഭുജംഗാസനം സഹായിക്കും. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇതിൻ്റെ ഗുണമുണ്ട്. ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നട്ടെല്ല് ഇങ്ങനെ വളയുന്നത് കൊണ്ട് നട്ടെല്ലിലെ കശേരുക്കൾക്കെല്ലാം ബലം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മാറിടം വികസിക്കുന്നത് കൊണ്ട്, അതായത് വാരിയലിന് വികാസം ഉണ്ടാകുന്നതുകൊണ്ട് ശ്വാസകോശത്തിന് വികാസം ഉണ്ടാവും. അപ്പോൾ ശ്വസനത്തിന് നല്ലതാണ്. ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടും. പിന്നെ ആസ്മ പോലുള്ള ശ്വാസം മുട്ടൽ ഉണ്ടല്ലോ, ആ അസുഖങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഭേദം വരാൻ ഈ ഭുജംഗാസനം ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ഇന്ന് പുതിയൊരു പ്രാണായാമം കൂടെ പരിചയപ്പെടുത്തിയാണ്. സൂര്യഭേദന പ്രാണായാമം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതതിന് നേരെ എതിർദിശയിലുള്ള എന്ന് വേണമെങ്കിൽ പറയാം, ചന്ദ്രഭേദന പ്രാണായാമം. ഈ പ്രാണായാമം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യഭേദന, ചന്ദ്രഭേദന പ്രാണായാമം ഒരു ദിവസം ചെയ്യരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യഭേദന പ്രാണായാമത്തിൻ്റെ അതേ ഗുണം തന്നെയാണ് ചന്ദ്രഭേദന പ്രാണായാമത്തിലൂടെയും നമുക്ക് ലഭിക്കുക. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കും. അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്നുകൂടെ ഉഷാറാക്കും. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവിനെ ക്രമീകരിക്കാൻ ഈ പ്രാണായാമത്തിലൂടെ സാധിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചന്ദ്രഭേദന പ്രാണായാമമാണ്. അപ്പം നേരെ എതിര് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട്, വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും ഇടത് മൂക്കിലൂടെ വിടുകയും മാത്രമാണ് ചെയ്യുന്നത്. അതായിരുന്നു സൂര്യഭേദന പ്രാണായാമം. ചന്ദ്രഭേദന പ്രാണായാമത്തിൻ്റെ പ്രത്യേകത, ഇടത് മൂക്കിലൂടെ എടുക്കും, അല്പനേരം പിടിച്ചു നിർത്തും, വലത് മൂക്കിലൂടെ വിടും, വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം പരമാവധി എടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ഇടത് മൂക്കിലൂടെ എടുക്കുകയും വലത് മൂക്കിലൂടെ വിടുകയും ചെയ്യുന്നതാണ് ചന്ദ്രഭേദന പ്രാണായാമം. അപ്പോൾ നമുക്ക് അതൊന്ന് പരിശീലിക്കാം. സുഖാസനത്തിൽ നമുക്ക് ഇരിക്കാൻ കംഫർട്ടായുള്ള ഒരാസനത്തിലിരിക്കുക. ഇടത് കൈ ചിന്മുദ്ര പറഞ്ഞു, ഇടത്
പെരുവിരലും ചൂണ്ടുവിരലും ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നിവർത്തി ഇടത് മുട്ടിൽ വെക്കുക. വലത് കൈ വിഷ്ണുമുദ്ര, നടുക്കത്തെ 2 വിരൽ, അതായത് ചൂണ്ടുവിരലും അതുപോലെ തന്നെ മോതിര വിരലും മടക്കി പിടിക്കുന്നതാണ് വിഷ്ണുമുദ്ര. നമുക്ക് മുഖത്തിന് അഭിമുഖമായി ഇത് വെക്കുന്നു. എന്നിട്ട് ഇടത് മൂക്കിലൂടെ, നേരത്തെ പറഞ്ഞു, ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ബ്ലോക്ക് ചെയ്തു. വലത് മൂക്ക് തുറന്ന് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നട്ടെല്ല് നേരെ ആയിരിക്കണം, നിവർന്നിരിക്കണം. വീണ്ടും വലത് മൂക്ക് അടച്ചു, ഇടത് മൂക്ക് തുറന്നു, ഇടത് മൂക്കിലൂടെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഹാൾട്ട്. തമ്പ് റിലീസ് ചെയ്യുക. സ്ലോലി എക്സ്ഹേൽ. വീണ്ടും തമ്പ് കൊണ്ട് വലത് മൂക്ക് അടച്ചു, ഇടത് മൂക്ക് തുറന്നു, ഡീപ്ലി ഇൻഹേൽ, ക്ലോസ് ചെയ്തു, വലത് മൂക്കിലൂടെ സ്ലോലി എക്സ്ഹേൽ. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചന്ദ്രഭേദന പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് സൂര്യഭേദനയും ചന്ദ്രഭേദനയും ഒരേപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ, രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുന്നത് നന്ന്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.